ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യൽ ക്ലാസ്സിൻ്റെ സൗജന്യമായിട്ടുള്ള ഒരു ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. തുടക്കക്കാരായ എല്ലാവർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. തയ്യൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് തയ്യലിന് വേണ്ട ബേസിക് ആയിട്ട് വേണ്ട സാധനങ്ങൾ പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് മെഷറിംഗ് ടാപ്പാണ്. മെഷർമെൻ്റ് എടുക്കുന്ന ടാപ്പ്. സ്റ്റിച്ചിങ് പഠിക്കുന്നതിന് അത്യാവശ്യമായ സാധനങ്ങളിൽ ഒന്നാണ് ടാപ്പ്. നമ്മൾ എടുത്തിരിക്കുന്ന ഈ ടാപ്പിൽ ഈ ഭാഗത്തായാണ് നമ്മൾ ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. ഈ കാണുന്നത് പോലെ 1 ഇഞ്ച്, 2 ഇഞ്ച്, 3 ഇഞ്ച് എന്നിങ്ങനെയാണ് നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുക. അളവുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇഞ്ചാണ്. ഇഞ്ച് അളവാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് വരുന്നത് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ കാണുന്ന ചെറിയ ചെറിയ അളവുകളാണ് സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന അളവ് എപ്പോഴും ഇഞ്ച് അളവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ടാപ്പ് പരിചയപ്പെട്ട് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് കത്രികയാണ്. കത്രിക നമ്മൾ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെ. തുണി കട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ കത്രിക യൂസ് ചെയ്യുന്നത്. കത്രിക വാങ്ങുമ്പോൾ നമ്മൾ നല്ല കത്രിക തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് സ്കെയിലാണ്. സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാൻ വേണ്ടിയിട്ടെല്ലാം സ്കെയിൽ നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെറിയ കത്രികയായിട്ടെല്ലാം തോന്നാം, പക്ഷെ കത്രികയല്ല. നമ്മൾ തെറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത നൂലുണ്ടാവല്ലോ, അതെല്ലാം കട്ട് ചെയ്ത് മാറ്റാൻ പെട്ടെന്ന് നമുക്ക് അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഇത്. അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് പെൻസിലാണ്. സ്റ്റിച്ചിങ്ങിന് പെൻസിൽ എപ്പോഴും നമ്മളെ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ബുക്ക്. നമുക്ക് അളവുകൾ എഴുതാനും വരക്കാനും എല്ലാം വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷൻ്റെ സൂചിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മിഷനിൽ ഇടുന്ന സൂചി. ഇനി നമുക്ക് വേണ്ടത് നൂലാണ്. നൂലില്ലാണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് നൂല്. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒന്നാണ് ചോക്ക്. മെഷർമെൻ്റ് എല്ലാം നമുക്ക് അടയാളപ്പെടുത്താനും വരക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് ചോക്ക്. ഇത് അത്യാവശ്യമായിട്ടുള്ള ഒന്നല്ല, പക്ഷെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതിൻ്റെ പേര് സ്ലീവ് കർവ് എന്നാണ്. സ്ലീവെല്ലാം, അതായത് കയ്യെല്ലാം നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ് സ്ലീവ് കർവ്. ഇത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണെന്ന് പറയാൻ പറ്റില്ല. ഇത് ഉണ്ടെങ്കിൽ നല്ലതാണ്. ആം ഹോൾ നമുക്ക് വരക്കുന്നതിന്, ആം ഹോൾ കർവ് വരക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് വേണ്ടത് ബോബിനാണ്. ബോബിന് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് ബോബിൻ എങ്ങനെയാണ് ഇടുന്നതെന്നും ബോബിനിൽ നൂലെങ്ങനെ ചുറ്റുന്നതെന്നെല്ലാം വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ എങ്ങനെയാണ് ബോബിനിൽ നൂല് ചുറ്റുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എന്തായാലും സ്റ്റിച്ചിങ് പഠിക്കുന്നതിന് ആവശ്യമാണ്. ഇനി പരിചയപ്പെടാൻ പോകുന്നത് മിഷനാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു സിംഗിൾ മിഷനാണ്. തുടക്കക്കാരായ എല്ലാവരും സിംഗിൾ മിഷനിൽ പഠിച്ചു തുടങ്ങുന്നതാണ് നല്ലത്. ഇപ്പം എങ്ങനെയാണ് നൂലിടുന്നതെന്ന് വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചു തരുന്ന പോലെ തന്നെ ഇങ്ങനെയാണ് നമ്മൾ മിഷനിൽ നൂലിടേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക.
മിഷനിൽ നൂലിട്ട് കഴിഞ്ഞ് ഇനിയിപ്പം ബോബിനിൽ എങ്ങനെ നൂലിടാമെന്ന് നോക്കാം. അപ്പം ബോബിൻ കേസും എടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കി അതുപോലെ തന്നെ ബോബിൻ കേസിൽ നൂലിടുക. അപ്പോൾ തുടക്കക്കാരായ എല്ലാവരും വീട്ടിലെ പഴയ ഒരു തുണി എടുത്തിട്ട് ഇതേപോലെ അത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം. കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കറക്റ്റ് വേലയിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മിഷൻ ചവിട്ടേണ്ടത്, എങ്ങനെ മിഷൻ ചവിട്ടി പഠിക്കാന്നുള്ളത് പറഞ്ഞു തരില്ല. മിഷൻ എങ്ങനെ ചവിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വീല് ഫ്രണ്ടിലോട്ട് മാത്രമേ കറക്കാൻ പാടുള്ളൂ. ഫ്രണ്ടിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം. ഫ്രണ്ടിലോട്ട് മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിലോട്ട് വീല് പോകാൻ പാടില്ല. അങ്ങനെയാകുമ്പം നൂല് പൊട്ടിപ്പോവും. തുടക്കക്കാരായിട്ടുള്ള എല്ലാവരും ഇതേപോലെ ഫ്രണ്ടിലോട്ട് വീല് ചവിട്ടി പഠിക്കേണ്ടതാണ്. നമ്മൾ മിഷൻ ചവിട്ടുന്ന മിഷൻ്റെ പെഡൽ, അത് മിഷൻ എങ്ങനെ ചവിട്ടാന്നുള്ളത് നമ്മളെ ലെഫ്റ്റ് കാല് മിഷൻ്റെ പെഡലിൽ ഫ്രണ്ടിലോട്ട്, അതായത് മുകളിലോട്ട് വെച്ചിട്ടും റൈറ്റ് കാല് പെഡലിൻ്റെ താഴോട്ട് വെച്ചിട്ടാണ് ചവിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ തുടക്കക്കാരായിട്ടുള്ള എല്ലാവരും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. തുടക്കക്കാരായിട്ടുള്ള എല്ലാവരും ഇതേപോലെ നൂലെല്ലാം എടുത്ത് മാറ്റി വെച്ച് ബോബിൻ കേസിലെ ബോബിനെല്ലാം എടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഇതേപോലെ ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തതിന് ശേഷം ഇതേപോലെ സാധാരണ നമ്മൾ തുണിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ പേപ്പറിൽ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. എന്തുകൊണ്ടാണ് പേപ്പറിൽ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വീല് ഫ്രണ്ടിലോട്ട് മാത്രം കറങ്ങണമെന്നില്ല, നമ്മളറിയാണ്ട് ബാക്കിലോട്ടും കറങ്ങിപ്പോവാം. അപ്പം സൂചിയും നൂലും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് മാത്രമായിട്ട് കറക്കി സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ പറയുന്നത്. പേപ്പറിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തുണിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ നൂല് സൂചിയെല്ലാം പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് എങ്ങനെ ബോബിൻ കേസിൽ നമ്മൾ നൂല് ചുറ്റാമെന്ന് നോക്കാം. നൂല് ഇതേപോലെ എടുത്തിട്ട് ബോബിൻ കേസിൽ ഇതേപോലെ നൂല് ജസ്റ്റ് കൊടുക്കാം. എന്നിട്ട് മിഷൻ്റെ ഈ ഭാഗത്തായിട്ട് ബോബിൻ കേസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നൂല് വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വീല് കറക്കിയിട്ട് ഇതേപോലെ നൂല് ചുറ്റിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കണ്ടേ? അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നതിന് നമുക്ക് ആദ്യം വേണ്ടത് അളവുകളാണ്. അപ്പോൾ അളവുകൾ നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ 5 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ അളവാണ് ഞാനിപ്പോൾ എഴുതുന്നത്. ഇനി നമ്മൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു പെറ്റിക്കോട്ടാണ്. 5 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ പെറ്റിക്കോട്ടിൻ്റെ അളവുകൾ നമുക്കിനി എഴുതിയെടുക്കാം. ഇതുപോലെ ഒരു ബുക്ക് എടുത്തിട്ട് ഇതേപോലെ ഒരു ബുക്കിൽ നമുക്ക് അളവുകളെല്ലാം എഴുതി വെക്കാം. അപ്പം നമ്മൾ എടുക്കുന്ന വണ്ണം 20 ഇഞ്ചാണ്.
അപ്പോൾ 26ൻ്റെ കാൽഭാഗം 6.5 മാത്രമാണ് നമ്മൾ ബോഡി മെഷർമെൻറ്റിൽ അടയാളപ്പെടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി നീളമാണ് എഴുതുന്നത്. നീളം 25, ബോഡി നീളം 11, ഷോൾഡർ 9, 9ൻ്റെ പകുതി 4.5 മാത്രമേ നമ്മൾ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തുള്ളൂ. കഴുത്ത് നീളം 4, കഴുത്ത് അകലം 2, കൈക്കുഴി 4. ഇത്രയാണ് നമ്മൾ പെറ്റിക്കോട്ടിന് വേണ്ട അളവുകൾ. അപ്പോൾ നമ്മൾ ഈ അളവുകളെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു തുണി കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ തുണി കട്ട് ചെയ്യുന്നതിന് പകരം ഞാൻ എടുത്തത് ഒരു പേപ്പറാണ്. ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ ഒരു പേപ്പർ എടുത്തതിന് ശേഷം വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ മടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണം അടയാളപ്പെടുത്തിയിട്ടാണ്. വണ്ണം എത്രയാണോ നമ്മൾ എടുത്തത്, അപ്പോൾ വണ്ണത്തിൻ്റെ കാൽഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 6.5 നമ്മൾ എടുക്കേണ്ടത്. വണ്ണം 6.5 ഇതേപോലെ നമ്മൾ പേപ്പറിൽ 6.5 ഇഞ്ചിൽ ഇതേപോലെ മടക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൊത്തത്തിൽ അളവ് 6.5 തന്നെ ഉണ്ടോ മടക്കിയത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ നടുവേ കൂടെ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നടുവിലേ കൂടെ നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നീളം അളന്നിട്ട് അടയാളപ്പെടുത്തിയെടുക്കാം. നീളം നമ്മൾ എടുത്തിട്ടുള്ളത് ബോഡി നീളമാണ്. ബോഡി നീളം 11 എടുത്തിട്ടുള്ളത്. 11 + 12 പ്ലസ് 1 കൂടെ കൂട്ടിയിട്ട് 12 എടുക്കുന്നത് തയ്യൽ തുമ്പടക്കം. നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ നമ്മൾ എടുത്തിരിക്കുന്നത് 4.5 ഇഞ്ചാണ്. 4.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കൈക്കുഴി 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 4 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്യാം. 4 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ യോജിപ്പിക്കുക. സ്കെയിൽ വെച്ച് യോജിപ്പിച്ച് ഇതേപോലെ കോണ് പോലെ വരച്ചെടുക്കാം. കോണ് പോലെ വരച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് കേവ് വരച്ചു കൊടുക്കാം. ഇതേപോലെ കേവ് വരച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഷോൾഡറും പിന്നെ ആം ഹോളും നമ്മൾ യോജിപ്പിച്ച് കേവ് വരച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് കഴുത്തകലം നമ്മൾ 2 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. കഴുത്ത് നീളം 4 ഇഞ്ചും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇതേപോലെ സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം. ഇതേപോലെ കോണ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോണ് വരച്ചതിന് ശേഷം അത് നമ്മൾ യോജിച്ചതിന് ശേഷം നമുക്ക് ഇനി കേവ് വരച്ചു കൊടുക്കണം. നമ്മൾ പെറ്റിക്കോട്ട് നെക്കും കഴുത്തിന് റൗണ്ട് നെക്കല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ കേവ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൈക്കുഴിയും അതേപോലെ കഴുത്തും അടയാളപ്പെടുത്തി കഴിഞ്ഞ് നമ്മൾ ബോഡി നീളം എടുത്തത് 11 +1 അടക്കം 12. കഴുത്തും 1 ഇഞ്ച് കഴുത്തും എടുത്തിട്ട് 12 ഇഞ്ചാണ് നമ്മൾ ബോഡി നീളം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ നീളത്തിൻ്റെ ആ താഴ്ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തിട്ട് ഷോൾഡറല്ല കൈക്കുഴിയിലെ അങ്ങോട്ടേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ മെഷർമെൻ്റ് എല്ലാം അടയാളപ്പെടുത്തി വരച്ചെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക്
ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത് കഴുത്താണ്. ആ കർവിലേക്കൂടെ മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. മൊത്തത്തിൽ അതേപോലെ ചതുരത്തോടെ ഇങ്ങനെ കട്ട് ചെയ്യാറ്. ഇതേപോലെ ആ കൈക്കുഴിന് ഇതേപോലെ കർവ് ആ ഭാഗങ്ങൾ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ചതുരത്തിൽ കട്ട് ചെയ്യാറ് ഒരിക്കലും. എന്നിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തതിലേക്കൂടെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ ഷോൾഡർ കൂടി ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെയാണ് ഉണ്ടാകുക. അപ്പം നമ്മൾ അതായത് പെറ്റിക്കോട്ടിൻ്റെ ബോഡി പീസ് ഇതേപോലെ ഉണ്ടാകുക. തുടക്കക്കാരായിട്ടുള്ള എല്ലാവരും ഇതേപോലെ നമ്മൾ ഇതേപോലെ പേപ്പറിൽ കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ് 2-ൽ നമ്മൾ മെഷർമെൻ്റ് ഒക്കെ അടയാളപ്പെടുത്തി നമ്മൾ തുണിയിൽ കട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും.